ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. പുതിയൊരു എപ്പിസോഡ് കാണാനും നമ്മുടെ സ്കിറ്റൊക്കെ കണ്ട് കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് തൃശ്ശൂർ ചാവക്കാട് പ്രോജക്റ്റിൽ നിന്നും പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 33ഓളം വരുന്ന അംഗനവാടികളിൽ നിന്നും വളരെ കുറച്ച് അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. പറയൂ, എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ, പുതിയ വിശേഷങ്ങൾ? ചിരി തന്നെ അല്ലേ? അതെ, പുതുമയുള്ള സ്കിറ്റുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പൊട്ടിയുള്ള ചിരികൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. വി നീഡ് പുതുമ, വി നീഡ് കൗണ്ടർ, വി നീഡ് തമാശ. അല്ലെ ബിജു ചേട്ടാ, എന്താ ഉഷാറില്ലാത്ത? ഇല്ല, ഉഷാറല്ല, നമ്മള് ഉഷാറാക്കാൻ പോണുള്ളു, അല്ലേ? ആവാൻ പോണുള്ളു, തീ കൊടുക്കാൻ പോണുള്ളു. അങ്ങനെയാണ് നിങ്ങൾ കൊളുത്തി തുടങ്ങിയോ? ഞാൻ ഫസ്റ്റ് ടീമിനെ വിളിക്കാം. അടി ബാസ് ചേട്ടൻ, പോൾസൺ ചേട്ടൻ, അജയ് ചേട്ടൻ. പൊളി. ഹലോ സാറേ, നമ്മുടെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2 ആന വെച്ചിട്ടാണ് നമ്മൾ ഈ സീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുതുപ്പള്ളി സേതുവിനെ വേറൊരു ആന പുറകിൽ നിന്ന് വന്ന് കുത്തി. ഈ പുതുപ്പള്ളി സേതു ഒരു കാട്ടിലോട്ട് ഓടിക്കയറിപ്പോയി സാറേ. ഇല്ല സാറേ, അല്ല, നമ്മൾ മയക്കോടി വെക്കാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുള്ളി മയക്കോടി വെക്കും. നമ്മൾ ബാക്കി സീൻ നമ്മൾ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യും. സാറെ ടെൻഷൻ വേണ്ട, പ്രൊഡ്യൂസർക്ക് ഞാൻ തന്നെ ഉറപ്പാണ്, ഡയറക്ടർ തന്നെ ഉറപ്പാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഹലോ, ആരാണ്? മനസ്സിലായില്ല. പ്രൊഡക്ഷൻ കണ്ടത് മനു പറഞ്ഞു വിട്ടാളാ. മനു പറഞ്ഞിട്ട് വന്ന ആളാണോ? എന്താ എത്രയും പെട്ടെന്ന് ആനയെ കയറി മയക്കോടി വെക്കൂ, ആനയെ കയറി മയക്കോടി വെക്കൂ. മനസ്സിലായില്ല. നിങ്ങളെ മനു പറഞ്ഞു വിട്ടല്ലേ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അപ്പൊ ഒരു ആന ഇടഞ്ഞു, ഒരു ആന പുറകിൽ വന്ന് കുത്തി. ആന ഓടി കാട്ടിലോട്ട് കയറിപ്പോയി. അപ്പൊ എത്രയും പെട്ടെന്ന് ആനയെ മയക്കോടി വെക്കണം. അതിനാണോ എന്നെ വിളിച്ചത്? പിന്നല്ലാതെ. കൺട്രോളിൽ തെണ്ടി മനു കൊക്കിനെയും കാക്കനെയും മാത്രം വെടിവെച്ചാണ് എന്നെ പിടിച്ച് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് മയക്കൂടി വെക്കണമെന്നോ? എങ്ങനെ രക്ഷപ്പെടും ദൈവമേ? എന്നാ അവിടെ കിടന്ന് പുറകെ എങ്ങനെ രക്ഷപ്പെടും ആലോചിക്കുമായിരുന്നു. എങ്ങനെ രക്ഷപ്പെടുന്നോ? അല്ല, രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞേ. ആന കാട്ടിലേക്ക് കയറിപ്പോയല്ലോ, അവനെ കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നാലോചിക്കും. അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആന കയറി പെട്ടെന്ന്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ല. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഡയറക്ടറാണല്ലേ? ഡയറക്ടറാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സിനിമയുടെ പേരെന്താ? എന്റെ സിനിമയുടെ പേര് ബിഷപ്പിന്റെ വിളി. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള സിനിമയാണല്ലേ? അങ്ങനെ ചോദിച്ചേ. ബിഷപ്പിന്റെ വിളി എന്ന് പേര് കേട്ടോ? ബിഷപ്പിന്റെ വിളിയല്ല, പിന്നെ മെത്രാന്റെ ആണോ? ബിഷപ്പിന്റെ വിളിയല്ല, ബിഷപ്പിന്റെ വിളി. ബിഷപ്പിന്റെ വിളി, നല്ല പേര് കേട്ടോ. പേര് കേട്ടപ്പോ ഒരു ആകാംക്ഷ. എങ്ങനാ പ്രമേയം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോ പതഞ്ഞു വരും, ചിലർക്ക് പല രീതിയിലാണ്. ഇയാൾ എന്ത് പറയണത്? പ്രമേഹം എങ്ങനെയാന്നല്ലേ ചോദിച്ചത്? ഇയാളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വന്നോണോ ഞാൻ? പ്രമേയം അതെങ്ങനെയാണ് സിനിമയുടെ കഥ? ബേസിക്കലി എന്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു ലവ് സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതായത് നമ്പൂരി ചെക്കനെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ. അയ്യോ, എന്റെ മകൾക്ക് ഇതേ പ്രണയം. ആരോട്? തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ അല്ല, നമ്പൂരി ചെക്കനെ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ. എന്ത് സബ്ജക്റ്റ് ആണോ? 15ാം നൂറ്റാണ്ടിന്റെ സബ്ജക്റ്റ് ആണോ ഇപ്പൊ കൊണ്ട് സിനിമയായിട്ട് അടിക്കാൻ? നമ്മളെങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ഞാൻ ഒരുപാട് സിനിമ എടുത്തുള്ള ഡയറക്ടറാണ്. ഈ അടുത്തിടത്ത് ഞാനൊരു സിനിമ ചെയ്തായിരുന്നു, അമ്മ അറിയാതെ. അമ്മ അറിഞ്ഞ വഴക്ക് പറയൂ. പിന്നെ എന്റെ അമ്മ അറിയാതെ എടുത്തുന്നല്ല പറഞ്ഞു. എന്റെ അമ്മയാണ്, എന്റെ അമ്മ ഫുൾ സപ്പോർട്ടാണ്. എന്റെ സിനിമയുടെ പേരാണ് അമ്മ അറിയാതെ. പേരാണ് അമ്മ അറിയാതെ. പിന്നെ എന്നെ കുറിച്ച് വേറെ സംഭവം ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഞാൻ മെയിനായിട്ട് മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കുന്നത്. അടിപൊളി. ഈ സിനിമ തന്നെ 2 ആനകളുടെ പ്രണയമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ സിനിമ എടുത്തായിരുന്നു 2 പട്ടികളെ വെച്ചിട്ട്. അതെങ്ങനെ പോയി? അതൊരു പട്ടിയും കണ്ടില്ല. എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്ട് നിങ്ങൾ ആനയെ മയക്കോടി വെക്ക്. പക്ഷേ ഒരുപാട് പൈസ നിങ്ങൾക്ക് അതിന് വേണ്ടി മുടക്കേണ്ടി വരും. പ്രൊഡക്ഷൻ കൺട്രോളർ മനു പറഞ്ഞ നിങ്ങൾക്ക് 1500 തന്നാ മതി എന്നാണല്ലോ. 1500 രൂപ? അവൻ ചിലപ്പോ 1 കിലോ ആനയുടെ റേറ്റ് ആയിരിക്കും. കിലോ കണക്കിനാണോ നിങ്ങൾ? പിന്നെ ആനയെ കുമിക്കടി വെച്ച് പിടിക്കാൻ പറ്റും. ഇവിടെ 1 കിലോ ആനയുടെ വിലയാണ് 1500. ഈ ആനയുടെ സുമാർ ഞാൻ നോക്കിട്ട് ഒരു 1.5 ലക്ഷം രൂപ വരും. ഈ ആനയെ പിടിക്കണം. ഒരു കാര്യം 2 ലക്ഷം രൂപ ഞാൻ തരും. അപ്പൊ പെട്ടു. അപ്പൊ പെട്ടെന്ന് പിടിക്കും. ആന അങ്ങനെ ചാടിക്കറി നമുക്ക് മയക്കടി വെക്കാൻ പറ്റത്തില്ല. ആന ഉറങ്ങണം, ആ സമയത്ത് വേണം നമുക്ക് മയക്കടി വെക്കാൻ. ആനയൊക്കെ ഉറങ്ങുമോ? എനിക്കറിയില്ല, ആന ഉറങ്ങുമോ? പിന്നെ ആന ഉറങ്ങാതിരിക്കാൻ രാത്രി മനസ്സിനകത്ത് തട്ടുകട നടത്തുവാണ് ഉറങ്ങാതിരുന്നത്. സുഹൃത്തെ, ആന ഉറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആന ഉറങ്ങുന്നത്? നീ ഉറങ്ങുവാ? ഞാൻ ഇറങ്ങും. നീ എത്ര മണിക്ക്? ഞാൻ രാത്രി ഒരു 10 മണിയാകുമ്പോ എന്നെ വന്നാലും ഉറങ്ങും. നീ ഉറങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ആന ഉറങ്ങും. ആനയുടെ
ഉറക്കത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ആനയുടെ ഉറക്കത്തെ കുറിച്ച് ആനയുടെ ഉറക്കത്തിൽ പാട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആനയുടെ ഉറക്കത്തെ കുറിച്ച് പാട്ടോ? അതേ പാട്ട്. ആനയുറങ്ങും മാമല. അത് ആന ഉറങ്ങും മാമലയിലല്ല, ആന ഇറങ്ങും മാമലയിലാണ്. അല്ല, ആന ആദ്യം ഉറങ്ങും, എന്നിട്ട് എന്നിട്ട് തുമ്പിക്ക് വേണ്ടി മുഖം കഴുകും, എന്നിട്ട് ഇറങ്ങും. ആ പാട്ട് എഴുതി ഉറങ്ങുന്നത് കണ്ടിട്ട് ഇറങ്ങുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറ്റിയ നിങ്ങൾ ആനയെ പിടിക്കുന്നുണ്ട്, പിടിക്കും. എനിക്കറിയാമല്ലോ ഈ ആന ഉറങ്ങണ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. അത് നീ കറക്റ്റ് പുസ്തകം വായിക്കാൻ. ഏത് പുസ്തകം? എടാ, നീ മാതംഗലീല വായിച്ചിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ താങ്ങി വെച്ചിട്ട് പോയി വായിക്കാറുണ്ട്. അത് മാധവന്റെ ലീല. അതല്ല, മാതംഗലീല ആനശാസ്ത്രം. അതിന്റെ 75-ാം പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ ഖണ്ഡികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആനയുടെ ഉറക്കവും സ്വപ്നവും. ആന സ്വപ്നം കാണുവോ? നീ സ്വപ്നം കാണുവോ? ഞാൻ കാണും. ഇത്തിരി ഇല്ല, നിനക്ക് സ്വപ്നം കാണാമെങ്കിൽ ഇത്ര മുട്ടക്കാട്ട് ആനക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. നീ സൈക്കോണല്ലേ? മിണ്ടാ പ്രാണികളെ പോലും സ്വപ്നം കാണാൻ നീ സമ്മതിക്കുന്നില്ല. ഇയാൾ ചുമ്മാ ഊട് പറയല്ലോ. ഇയാൾ ആന കയറി പിടിക്കുക. എനിക്ക് സിനിമ ബാക്കപ്പ് ചെയ്യാനാണ് ഷൂട്ട് ചെയ്തിട്ട് ഒറ്റ സീനും കൂടെ എടുക്കാനോ ചെയ്യുമെന്ന് പറയുന്നത്. ആരാ? നിങ്ങൾ ഹൊറർ സിനിമകൾ കാണാറില്ലേ? അതിനകത്ത് കാട്ടിൽ പെട്ടുപോയ റൊമുമ്പിൽ കഥ പറയാൻ ഒരു മൂപ്പം വരും കണ്ടിട്ടുണ്ടോ? ഈ കാട്ടിലെ ആ മൂപ്പം നന്നായി കണ്ടത്. കുറെ വർഷങ്ങളായി നിങ്ങളെ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം എന്റെ മനസ്സിലിപ്പുണ്ട്. എന്നെ മാത്രമല്ല, കുറെ പേരുടെ സംശയമാണ്. ഈ കാറ്റിനകത്ത് ഈ റാന്തൽ ഒഴിക്കാൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ മണ്ണെണ്ണ? അതൊരു കഥയാണ്. 1916 ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. ഡഗ്ലസ് സായിപ്പും ദൊറോത്തി മദാമയും കൂടെ കാട് കാണാൻ ഇറങ്ങി. 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ കഥ ചോദിച്ചതിന് പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അതെ മൂപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മൂപ്പ. അതായത് ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവായിരുന്നു നാട്ടില്. അപ്പൊ ഇവിടുന്ന് 2 ആന ഓടിക്കറി കാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ ആന പോവാൻ സാധ്യതയുള്ള വഴി ഏതാന്ന് പറയാവോ? ആന പോകാൻ സാധ്യതയുള്ള 2 വഴിയേ ഉള്ളൂ. അത് നമ്മൾ കണ്ടുപിടിക്കണം. നിൽക്കും, ഞാൻ ചോദിക്കാം. മൂപ്പൻ ഈ കാറിനെ കുറിച്ച് നല്ല ധാരണയാണല്ലോ. ആനയെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരാവോ? ആനയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് പറ. ഗുരുവായൂർ ആനക്കൊട്ടില് ഇഷ്ടം പോലെ ആനയുണ്ട്. കിട്ടിയില്ലേ? ഡയറക്ടർ കിട്ടും പണി വന്നിട്ട് കിട്ടിയില്ലേ? ഇയാളെ കണ്ടി നടക്കുന്ന കേസല്ലായിട്ടുള്ള കാര്യം ഞാൻ ചുമ്മാ ഇതൊക്കെ പേ വർത്താനാണ് പറയണത്. അങ്ങോട്ട് പോവാ. പരിഹസിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാടല്ലേ ഇത്? അതിന് ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ഒരു കിടുക്കൻ സാധനം പറയാറുണ്ട്. പോകരുത്. മരണത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. മരണത്തിലേക്കോ എന്ന് പറഞ്ഞാൽ? അതൊരു കഥയാണ്. 1933 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. ഡഗ്ലസ് സായിപ്പും ദൊറോത്തി മദാമയും കൂടെ. ദൊറോത്തി മദാമനെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. വർഷം മാത്രമേ മാറുന്നുള്ളൂ. സമരം നടത്തി പറഞ്ഞു വിട്ടും കഥയിലൂടെ വന്ന് പിന്നെ ആക്രമിക്കുക. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്നത്? രാത്രി രാത്രിയും കത്തിച്ച് നടക്കണം, ഓക്കെ. ഈ പകൽ ഇതൊന്നും കത്തിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? അതൊരു കഥയാണ്. അതും കഥയാണോ? മദാമയുടെയും തക്കാളി സാഹിബിന്റെയും കഥയാണോ? അതല്ല, ഇത് വേറെ കഥയാണ്. വേറെ കഥയാണ്. പറഞ്ഞു. ഈ വിളക്കണയാൻ പാടില്ല. ആണെങ്കിൽ വേറെ തീപ്പെട്ടിയില്ല കത്തിക്കാൻ. വെളിവില്ലാത്ത പുള്ളികളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോയേക്കാം. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. അപകടത്തിലെ കയ്യടയോ? പറഞ്ഞ അപകടത്തിൽ പോണ ആളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. വീണിട്ട് വല്ല കുഴപ്പമുണ്ടോ? അതൊരു കഥയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. അയ്യോ, കുഴി വീണപ്പം വല്ല വള്ളിയിലും പിടിച്ച് കയറാതെ കഥ പറഞ്ഞ് കയറാൻ നോക്കുവാണോ? പിടിച്ച് കയറുവാ. അങ്ങോട്ട് പറയാം. കുഴിക്കാലത്ത് പോയ പോക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുഴിക്കാലത്ത് വീണിട്ട് ഈ വിളക്ക് ഇതുവരെ കെട്ടില്ല കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായി പോയി. അതൊരു കഥയാണ്. ഒരു കഥ നിങ്ങൾ ഈ ഷാട്ടിൽ പിടിക്കണ്ടോ? പിന്നെ പിടിക്കാതെയോ? പിന്നെ പിടിക്കാന്ന് നിങ്ങൾ എനിക്ക് തോന്നുള്ളൂ നിങ്ങൾ പിടിക്കുന്നു. സംശയം. അപ്പം പ്രശ്നം കണ്ടുള്ള മനു എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഭാഗ്യം. ഭാഗ്യെന്നോ? അല്ലല്ല, ഇതൊന്നും അല്ലൊരു വിഷയം. ഇതൊക്കെ നിസ്സാരം. ഇതിന് വലിയ കേസ് കെട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ ആ. തന്റെ ഇതേ പൊക്കം, തന്റെ ഇതേ വണ്ണം, തന്റെ ഇതേ ഫിഗർ പറഞ്ഞ കഥയാന്ന് തോന്നും, പക്ഷെ ഒറിജിനൽ നടന്ന സംഭവം. സിനിമയുടെ ലൊക്കേഷൻ ലൊക്കേഷൻ രണ്ടാണ് ഇത് കൂട്ടി ബഹളം ഉണ്ടാക്കി. ആ. എന്നെ വിളിച്ചു, ഞാൻ ചെന്നപ്പോ എന്താ ആന തമ്മിൽ ഇടഞ്ഞ് വിഷയമായി നിൽക്കുന്നു. ഞാൻ ഉടനെ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു, എന്താ സംഭവം? ഇത് കേട്ട ഒരാനക്കത് സൂചിച്ചില്ല. അവൻ വലു സൈഡിൽ തുമ്പിക്കൈ വീശി ഒരു ഒറ്റ ആടിയിരിക്കും. അയ്യോ എന്നിട്ടോ ഞാൻ അതങ്ങ് തടഞ്ഞു. അതാണ് അപ്പൊ ഇടത് സച്ചിന്ന് ഒരു ആന ഒരു കുത്ത്. എടുത്ത് സജഷൻ ചെയ്യുന്നോ? സിനിമയിൽ അഭിനയിക്കുന്ന ആനയല്ലേ, സജഷൻ അറിയാം. ഞാൻ ആ കൊമ്പലിങ്ങി പിടിച്ചിട്ട് ഒരൊറ്റ മാറിയായിരുന്നു. ഇവിടെ കിടന്ന് എന്റെ അടുത്ത് മറിക്കാതെ നിങ്ങൾ ആനയെ പിടിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആനയെ പുറത്ത് കയറിയിട്ടുണ്ടോ? ആനയെ നിങ്ങൾ മെരുക്കിയിട്ടുണ്ടോ? വെടിവെച്ചിട്ടുണ്ടോ ആനയെ? അപ്പൊ എന്നെ കുറിച്ച് തീർത്തും അറിയില്ല. ചെക്കമായിട്ട് ചിരിക്കാതെ കാര്യം പറ. എന്നറിയോ, സുമതിക്ക് വയറുവേദന. സുമതിക്ക് വയറുവേദന? എന്റെ അയൽവക്കത്തെ വീട്ടിലെ സുമതിക്ക് വയറുവേദന പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂ? ആണ് നിനക്ക് സഹിക്കാൻ പറ്റാത്ത സുമതിക്ക് വന്ന? എനിക്കല്ല, സുമതിക്ക് വയറുവേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് കരയുന്നു. ഇത് കേട്ടത് ഒരു വൈദ്യനെ വിളിച്ചു. വൈദ്യൻ വന്ന് പറഞ്ഞിട്ട് സുമതിക്ക് ആനപ്പാലിൽ മരുന്ന് കൊടുത്താലേ സുമതിക്ക് വയറുവേദന മാറുള്ളൂ. ഇത് കേട്ടതും തൊക്കി പൊക്കി പിടിച്ച് ഞാൻ നേരെ കാട്ടിലേക്ക്. നീ പിന്നെ കേൾക്കാൻ നോക്കിക്കോണല്ലോ പൊക്കി പിടിച്ചിട്ട്. കാട്ടിൽ ചെന്ന് കയറിയപ്പോ എന്താ, ഒരു കൂട്ടമാന. ശരി, ഒട്ടും അമാന്തിച്ചില്ല. അതിൽ മൂത്ത ആനയെ നോക്കി ഒരു 5 എണ്ണത്തിന് ഞാനിങ്ങി പിടിച്ചു. പിടിച്ചത് ആനയാണോ അതോ തേങ്ങ പറിച്ചെടുത്താണോ? ആന. മൂത്ത ആനക്കല്ലേ പാലുള്ളൂ. അപ്പൊ പാലുള്ള ആന നോക്കിയാൽ 5 എണ്ണം ഞാനിങ്ങി എടുത്തു. എന്നിട്ട് അതിൽ ഏറ്റവും തലപ്പൊക്കൾ ആനയുടെ മുഖത്തേക്ക് ഞാൻ ചാടി കയറി. ആനയുടെ പുറത്ത് ഇങ്ങനെ നേരെ സുമതിയുടെ വീട്ടിലേക്ക് വരുവാ. ഒരു 4 ആന എന്നെ അനുഗമിച്ചോണ്ട് പുറകെ വരുവാ. ഞാൻ ഈ കഥയിൽ ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമുക്ക് ഈ ആന മാറ്റി പുലിയാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനാ കോപ്പിറൈറ്റ് അടിക്കും. അറിയാം. അയ്യോ, നമ്മൾ കഥ പറഞ്ഞത് എവിടെയാണ് വന്നേക്കുന്നത്? കാടിന്റെ വേറെ ഏതോ ഏരിയ വന്നു കേട്ടോ. സമയം ഒരുപാട് പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ആനയെ നാളെ അന്വേഷിക്കാൻ. നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോവാം. അല്ലെങ്കിൽ ശരിയാവില്ല, നാളെ അന്വേഷിക്കാം ആനയെ. ആനയെ ഇന്ന് പിടിക്കണ്ട. വേണ്ട വേണ്ട. എന്നാ ആന ഇന്ന് പിടിക്കണമെന്നോ? ആന ഇന്ന് പിടിക്കണ്ട. ആനയെ പിടിക്കാതെ വേട്ടക്കാരനായി ഞാൻ നാട്ടിലേക്ക് എന്റെ ഡിഗ്നിറ്റി പോയല്ലേ, എന്റെ ഗ്രാഫ് താഴും. ആന പിടിക്കാതെ പോയിക്കുന്നു. ആന ഒരു ദിവസം മിനിമം 5 ആനെങ്കിലും പിടിക്കുന്ന ഒരു ദിവസം 5 ആനയെ പിടിക്കുവോ? അത് ഉച്ചയ്ക്ക് ശേഷം. രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു 15 ആനെങ്കിലും ഞാൻ പിടിക്കും. നമുക്ക് എന്നാലും വേണ്ട, നമുക്ക് സമയം പോയി. എന്നാൽ ഇന്ന് കഴിഞ്ഞാൽ അപകടമാണ്, കാടാണ്. നമുക്ക് പോകാം, കാടിന് വെളിയിലേക്ക് പോകാം. അയ്യോ, ഇപ്പൊ വഴി തെറ്റി. വഴി ഏതിൽ പോണെന്നറിയോ? ഏത് വഴിയൊന്നുമില്ല അറിയാവോ? അപ്പൊ വഴി അറിയാൻ മേലെ? അയ്യോ, എനിക്കറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പിട്. അടിപൊളി. നാട്ടിലിട്ടിട്ട് ഒരുപാട് തെറ്റിഞ്ചെണ്ടിരിക്കും. ഇനി കാട്ടിക്കൊണ്ടിട്ട് എങ്ങോട്ട് കയറി? അയ്യോ, നമ്മൾ എന്നാ ചെയ്യും? ഒരു വഴി. മക്കളെ, മൂപ്പൻ വന്നു. നമ്മൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ദിക്കറിയാൻ മേലാതെ നിൽക്കുക. ഞാൻ മൂപ്പനാണ്, അല്ലാതെ വടക്ക് നോക്കി യന്ത്രമല്ല. അല്ല മൂപ്പ, അതല്ല മൂപ്പ, ഞങ്ങൾക്ക് ഈ കാടിന് വെളിയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞതാ മൂപ്പ. വഴി പറഞ്ഞു തരണമല്ലേ? അതെ, ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ 36 വർഷമായിട്ട് പുറത്തോട്ടുള്ള വഴി അന്വേഷിച്ചാടാ ഞാനും നിൽക്കുന്നത്. പെട്ടുപോയതാടാ. നിങ്ങൾ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോടാ. അല്ല മൂപ്പ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഈ കാട്ടിനകത്ത് പെട്ടുപോയത്? അതൊരു കഥയാണ്. നല്ല ഉഗ്രൊരു കാടി, ആടിപ്പൊളി. കലക്കി നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. നമ്മളും കാട്ടിൽ വന്ന് അകപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഉള്ളതെല്ലാം നല്ല കൗണ്ടറുകളായിരുന്നു. നല്ല ഒരു പുതുമയുള്ളൊരു സബ്ജക്റ്റായിരുന്നു. നിങ്ങൾ 3 പേരും ഇതിന് മുമ്പ് ചെയ്ത പോലെ അല്ലാതെ എന്തോ ഒരു വ്യത്യസ്തത ഇതിൽ ഫീൽ ചെയ്തു. കാര്യം ഇതൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിലൊക്കെ കുറച്ച് ജെർക്ക് ചെയ്ത് ചാടിയും അത് മറിഞ്ഞും ഒക്കെ ഉള്ളൊരു ആക്ഷനൊക്കെ ആയിരുന്നല്ലോ. ഇതിന്ന് സൈലൻ്റ് ആയിട്ടുള്ളൊരു കളിയാണ്. വലിയ ബഹളം ഇതൊന്നും ഇല്ലാതെ ഉടായ്പാണ് മൊത്തത്തിൽ. ആ ഉടായ്പിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ആ അഭിനയത്തിലും അതുണ്ടായിരുന്നു. മൂപ്പൻ നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു മൂപ്പൻ. കാര്യം ഇങ്ങനത്തെ മൂപ്പന്മാർ സത്യം പറഞ്ഞാൽ ഈ വിളക്കിൻ്റെ കാര്യം വലിയൊരു കാര്യം തന്നെയാണ്. അതെങ്ങനെ ഇതിന് മണ്ണെണ്ണ കിട്ടുന്നു എന്നുള്ളതാണ് ഈ കാടിൻ്റെ അകത്ത് അകപ്പെട്ടിട്ട്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. കൂടുതലൊന്നും പറയേണ്ട. കാര്യം നിങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷ ഒട്ടും നിങ്ങൾ തെറ്റിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിക്കുന്നില്ല. ഗംഭീരമായിരുന്നു. ചേട്ടാ അടിപൊളി ചേട്ടാ, സൂപ്പറായിരുന്നു. നിങ്ങളെ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾ തന്ന് അടിക്കടി കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കാണാനും കേൾക്കാനും ഉള്ളൊരു നല്ലൊരു ഇതായിരുന്നു. കാരണം അതിൻ്റെ ബാക്ക് ഡ്രോപ്പൊക്കെ ഭയങ്കര രസമായിരുന്നു. ആന ഓടുന്നതും കാടും അതും അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാടുകൾ, പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ കൂടി വന്നപ്പോൾ കാണാനും ഒരു ഇമ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ബാസിയും ഇവനും
കളിക്കുന്ന രീതി അങ്ങനെയാണല്ലോ. പക്ഷേ ഇനി അതിശയപ്പെട്ടത് ഇവനാണ് അജീഷ് കിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് തന്നെയല്ല, സിനിമയിലും സീരിയലിലൊക്കെ നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ അങ്ങോട്ട് പോകരുത്, അത് അപകടത്തിലേക്കുള്ള വഴിയാണെന്ന് പറയില്ല. അതെല്ലാവരും പറയണ. സ്വയം ഇയാൾ കിണറ്റിൽ വീഴുന്നത് ആദ്യമായിട്ട് കാണുക. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ 3 പേരും നല്ല ഈക്വലായിട്ട് തന്നെ നല്ല പെർഫോം ചെയ്ത് നല്ല തമാശ ഉണ്ടായിരുന്നു, നല്ല ക്ലൈമാക്സ് ആയിരുന്നു, അടിപൊളി. ഓക്കെ, താങ്ക് യു ചേട്ടാ. രാജൻ ചേട്ടാ. പോൾസൺ, ബാസി, അജീഷെ നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നമ്മൾ നല്ലൊരു സ്കിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനാണ്. കാര്യം ഈ ഏറ്റവും അടുത്ത് നമ്മളെല്ലാവരും വായിച്ച പത്രമാധ്യമങ്ങളിലും TV ചാനലുകളും എല്ലാം നമ്മൾ കണ്ട ഒരു ന്യൂസാണ് ഈ ആന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇടഞ്ഞ് ഷൂട്ടിങ്ങിനിടയ്ക്ക് അകത്തോട്ട് കയറിപ്പോയി എന്നാൽ നമ്മളെല്ലാവരും വായിച്ചതാണ്. പക്ഷെ അത് തപ്പിയെടുത്തുകൊണ്ട് വന്ന് ഏറ്റവും കറൻ്റായിട്ടുള്ളൊരു ഇഷ്യൂ എടുത്തിട്ട് നമ്മളത് ഒരു സ്കിറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും എന്താണ് നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണത്. പിന്നെ അതിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന ഓരോ ക്യാരക്ടേഴ്സ്, ഈ ആനയെ വെടിവെക്കാൻ വരുന്ന ഒരു ഉടായ്പ ആൾ. ഉടായ്പ എന്ന് പറയുമ്പോൾ ബാസി അല്ലാതെ വേറെ ആരെയും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവന് മേക്കപ്പ് പോലും വേണ്ട, വന്ന പടിയെ കയറ്റി വിട്ടാൽ അത് ഉടായ്പായി. ബാസി പിന്നെ അങ്ങോട്ട് പൂണ്ട് വിളയാടി കിടന്നിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിശയിപ്പിച്ച ഇന്നത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അജീഷിൻ്റെ ആയിരുന്നു. അടിപൊളിയായിരുന്നു മോനെ, ഉഗ്രനായിട്ട് ചെയ്തു. കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം. പിന്നെ അത് പിന്നെ പറയണ്ട, നിങ്ങൾ 3 പേരും എങ്ങനെ എടുത്തെറിഞ്ഞാലും 4 കാലം വന്ന് നിൽക്കാനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച് നിങ്ങളെ ചൂസ് ചെയ്ത ആ ഒരു കോണ്ടന്റ് തന്നെയാണ്. അത് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. നല്ല തമാശകളുണ്ടായിരുന്നു, നല്ല എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്, സന്തോഷമുള്ള സ്കിറ്റാണ് കണ്ടത്. ഈ സന്തോഷത്തിൽ ഒരു സന്തോഷം കൂടെ അറിയിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പോൾസ. അതെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇനി ഒരുപാട് വർഷക്കാലം വൈഫിനോടും പ്രത്യേക അന്വേഷണം പറയണം, എല്ലാ സ്നേഹാന്വേഷണം അറിയിക്കണം, എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീരമായിട്ട് അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റോടെ ചേർത്ത് വേണം നിങ്ങള് മാർക്ക് കൊടുക്കാൻ. അതെ. ആദ്യമാരാണ് മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, ഞാൻ കൊടുക്കാം 15,000 രൂപ. 15,000 രൂപ. അപ്പൊ ഓക്കെ. അപ്പൊ ഞാനപ്പം ബിജുക്കുട്ടൻ അത്രയും കൊടുത്ത സ്ഥിതിക്ക് അവന്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, എനിക്കൊരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ഞാനൊരു 20,000 രൂപ കൊടുക്കും. അപ്പം 35,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ചെലവുകൾക്ക് ബാക്കിയുള്ള എല്ലാ ചെലവുകൂടെ കൂട്ടി ടോട്ടൽ അടക്കുന്നു 60,000 രൂപ. അടിപൊളി. അത് കലക്കി. അപ്പം ഉഷാറായിട്ട് അടുത്ത സ്കിറ്റുമായിട്ട് കാണാം. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ കാണാം. മൂപ്പ തിരിച്ചു പോകാൻ പിന്നെ മണ്ണെണ്ണ ഉണ്ടാവുമല്ലോ അല്ലേ? ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് വിളിക്കാം. സുമിയുണ്ട്, സുധീഷ് ഉണ്ട്, ദീപു ഉണ്ട്. ലെറ്റ്സ് വെൽക്കം. മോളെ പിന്നെ ഞാൻ എന്തൊക്കെയാ മോളെ പഠിപ്പിച്ചത്? ഇതൊക്കെ നേരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വഴി തെറ്റും. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ മോളെ. എന്നിട്ട് കാണിക്ക്. എന്തു പറ്റി മോളെ? ഒന്നും പറ്റിയില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. നിനക്കൊരു സങ്കടം പോലെ? കുഴപ്പമില്ല. കണ്ണ് നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വിരൽ വെച്ച് കണ്ണിനകത്ത് ഊതിയ കണ്ണ് പറയത്തില്ലയോ? എന്ത്? എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണിൽ കൊണ്ട ഈ വിരൽ എനിക്കിനി വേണ്ട. എന്താ ചെയ്യുവാ? വലിച്ചിളകി കളയാൻ പോണു. അങ്ങനെ ചെയ്യല്ലേ. എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണിൽ കൊണ്ട വിരൽ കിക്കർ അടിക്കുവാണോ? കിക്കർ അടിച്ചല്ല, വലിച്ചിളക്കി കളയാൻ. അങ്ങനെ പറയല്ലേ. അടിക്കാനല്ല, ഇതങ്ങ് വലിച്ചിളക്കി കളഞ്ഞാലാ. എന്റെ ദൈവമേ, ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരിമാരോട് സ്നേഹമുള്ള ആങ്ങളമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രേ സ്നേഹമുള്ള ഒരു ആങ്ങളെ ദൈവം എന്തിനാ എനിക്ക് തന്നത്? എന്റെ പൊന്നുമോളെ, എന്റെ കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. അങ്ങനെയാണ് ഒരു 15,000 രൂപ മറിച്ച് തരുമോ? മറിച്ചു തരുന്ന കാര്യമല്ല പറഞ്ഞത്, മരിക്കാനും തയ്യാറാണെന്ന്. എവിടെ പോവാ? ചാവാൻ പോണ്. കിണറിൽ ചാടാൻ. കിണറില്ലല്ലോ നമുക്ക്. ഒരു കുന്താലി എടുത്തോണ്ട് പോവാ. എന്തിനാ? ആദ്യം കിണർ പിടിക്കാൻ എന്നിട്ട് ചാടാം. ചേട്ടാ കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നും ഇല്ല. എന്റെ മക്കൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. ഇല്ലെന്ന് അളിയൻ വല്ലതും പറഞ്ഞ? ഇല്ല. പിന്നെ നിനക്ക് കല്യാണം നേരത്തെ കഴിഞ്ഞു എന്നുള്ള വിഷമമുണ്ടാ? ഇല്ലെന്ന്. അളിയൻ 2 കൊടുക്കട്ടാ ഞാൻ? ഇല്ല, എന്തോ വിഷമമുണ്ട്. അളിയാ എന്താ അളിയാ?
ചോദിക്കാൻ വേറൊന്നുമല്ല. അളിയന് പണിയൊന്നുമില്ല, പണിക്ക് കൂടെ എന്ന്. ഞാൻ പോകുന്നിരിക്കട്ടെ, നീ എന്താ പണിക്ക് പോകാത്തെ? എന്ത് വർത്താനമാണ് ഞാൻ പറയണത്? ഞാൻ പണിക്കിറങ്ങി പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു പെങ്ങൾ മാത്രമല്ലേ ഈ വീട്ടിൽ ഉള്ളൂ. കള്ളന്മാര് വന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുവളിയാ? നീ അല്ലടാ ഏറ്റവും വലിയ കള്ളൻ. നീ ആദ്യം ഇറങ്ങിപ്പോ. അപ്പൊ ഞാൻ അകത്തോട്ട് പോവേണ്. അതിനു മുമ്പ് അളിയാൻ പണിക്ക് പൊക്കോണം. പെങ്ങളെ ബാക്കി കരിമശി ഇവിടെ ഇരിക്കും. ഇത് പോരാങ്കി ബാക്കി അകത്തോട്ട്. ഓക്കെ മേഡം, എടുത്തിട്ട് വരട്ടെ. ഇത് ആരുടെ വീടടി? ചേട്ടൻ അറിയാ അരുണേട്ടന്റെ വീട്. കാണുന്നവര് വിചാരിക്കുന്നില്ലടി ഞാൻ അച്ചി വീട്ടിൽ വന്ന് കിടക്കുവാണെന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2.5 കൊല്ലമായി. 2.5 കൊല്ലം. അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ കുറച്ച് ബന്ധുക്കൾ അടുക്കള കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്ന. അയ്യോ, അത് ചടങ്ങാണത്. അത് ചടങ്ങ്. എന്നിട്ട് ബാക്കിയുള്ള ബന്ധുക്കൾ എല്ലാം പോയി. എന്നിട്ട് ഇതുവരെ എന്റെ അടുക്കള കണ്ട് തീർന്നിട്ടില്ല. അത് അത് എവിടത്തെ ചടങ്ങടി? അത് ചടങ്ങല്ല, അത് ആങ്ങളൊക്കെ എന്നോടുള്ള സ്നേഹം. എടി, ആങ്ങളയ്ക്ക് സ്നേഹമുണ്ട്. ഞാൻ നിന്റെ ഭർത്താവല്ലേ? അതെ. എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടും. എന്താ അത്? ആങ്ങളെ വല്ലതും കാണുന്ന. അടുത്ത മാസം എന്തുവായാലും ഞാൻ ദുബായിക്ക് പോകും. അതുകൊണ്ട് എനിക്കൊന്ന് സ്നേഹിച്ചൂടെ? ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. എല്ലാം പറഞ്ഞു പഠിപ്പിച്ചേക്കും അവൻ. കാരണം ഞാൻ അവളുടെ അടുത്ത് പോകുന്നത് അവന് പിടിക്കൂല. അവനെല്ലാം പഠിപ്പിച്ച് വെച്ചേക്കണം. ഞാനാണെങ്കിൽ എവിടെ പോന്നിത്? നമ്മുടെ ബെഡ്റൂമിൽ ഒരു കട്ടിലില്ലേ, ഉണ്ടല്ലോ. അത് അടിച്ചൊടിച്ച് കത്തിക്കാൻ പോണു ഞാൻ. അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ വഴിക്ക് വാ. ഒറ്റയ്ക്ക് ചെയ്യണ്ട, ചേട്ടനെ കൂടെ വിളി സഹായിക്കും. അവനെ ആദ്യം ഇവിടെ നിന്ന് ഇറക്കി വിടണം. അതെങ്ങനെ ഇറക്കി വിടാൻ തുടങ്ങുമ്പോ അപ്പൊ അവൻ കൺമെഷീൻ കൊണ്ടുവരും. കരി ഇതിന്റെ അകത്ത് മീൻകറി എന്തി? മീൻകറി എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്ത്. എനിക്ക് നിന്റെ അടുത്ത് ഒരു അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയണം. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് അളിയന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. കൊച്ചു കുട്ടികൾ ഇത് കേട്ടൂടാ. ചെവി പൊത്തി പിടിക്കാ, കേക്കരുത്. എന്താ അളിയാ, കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 2.5 കൊല്ലമായി. ആണല്ലോ. എന്നെ മാമ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുമണി എനിക്ക് തന്നിട്ടുണ്ടോ അളിയാ? ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എടുക്കുന്ന സാധനം അല്ല. അതിൻ്റെതായ സമയം വേണം. തന്നെ അളിയ എനിക്ക് തരുന്നില്ല. എന്താണ് അളിയാ അളിയനിപ്പോ? അളിയ ഞാൻ ഇനി സത്യം തുറന്നു പറയാം. പറയളിയാ. എനിക്ക് പ്രൈവസി ഇല്ലളിയാ. എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതി, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന്റെ തലേദിവസം അത് പറഞ്ഞില്ല? കല്യാണത്തിന് ശേഷമാണ് എനിക്ക് പ്രൈവസി ഇല്ലാതായത്. അയ്യോ, എന്റെ കുഞ്ഞു പെങ്ങൾ അറിഞ്ഞായിരുന്ന? അറിഞ്ഞില്ല, ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു. അതാണ് നമുക്ക് ഇത്രയും വിഷമം. അളിയ ഞാനിപ്പോ ഇത് പറഞ്ഞു വരുന്നത്. ഇങ്ങനൊക്കെ നടക്കല്ലേ അളിയ? എന്താ? ശരീരം അനക്കരുത്. എന്ത് ഒരു കാര്യം ചെയ്യാം, എത്ര ചികിത്സിച്ചായാലും അളിയനെ ഞാൻ റെഡിയാക്കി എടുത്തോളാം. നീ ഇത് എവിടെ പറഞ്ഞു പോണടാ? നീ ഇത് എവിടെ പറഞ്ഞു പോണ്? എന്ന് പറഞ്ഞു. എടാ, എനിക്കും അവക്കും കൂടി ഒരു സ്വകാര്യതയില്ല. നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഇറങ്ങി പോണം. ഇവിടെ നിന്ന് ഇറങ്ങി പോണം. പറഞ്ഞ കേട്ടാ? പറഞ്ഞ കേട്ടായിരുന്നാ? ചെവി കുത്തി പിടിച്ചേക്കോലായിരുന്നോ? അയ്യോ, എന്തിനാ എന്റെ ആങ്ങളോട് ഞാനൊരു ഞാവും പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് പറയണം? നിങ്ങൾ എന്റെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോവായി. എന്റെ ദൈവമേ, പോവോ? എന്നെ വിട്ടിട്ട് എന്റെ ആങ്ങളെ പോവോ? പറ. എനിക്കങ്ങനെ പോവാൻ പറ്റോ മോളെ? കളഞ്ഞിട്ട് പോവാൻ പറ്റോ? ഇവള് പണ്ട് പേടിച്ചിട്ടുള്ളതാണ്. കേക്കട്ടെ അളി, അത് കേക്കണം. എവളെയും കൊണ്ട് പണ്ട് ഉത്സവത്തിന് പോളിയ. ഞാൻ ഇപ്പൊ അവള് കുഞ്ഞല്ലേ, അവളെ കയ്യിൽ ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചു കൊടുത്ത് എന്റെ കുഞ്ഞുവാവ അതും കൊണ്ട് പൊങ്ങി അങ്ങ് പോയില്ലേ. ടവറിന്റെ മോളിൽ നിന്നാണ് വലിച്ചിറക്കിക്കൊണ്ട് വന്നത്, അറിയാവോ? എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഹൈഡ്രജൻ ബലൂണൊക്കെ. എന്താ അവക്ക് ഇപ്പോഴും തറയിൽ നിൽക്കാനല്ല, അവൾക്ക് ഏറിൽ നിൽക്കാനാണ് ആഗ്രഹം. കരിയിട്ട് കയറിക്കോളും. അയ്യോ, നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? നമ്മുടെ പുള്ളിക്കോഴിയില്ലേ, അട വെച്ചിരുന്ന മുട്ട എല്ലാം വിരിഞ്ഞു, കുറെ കുഞ്ഞുങ്ങളുണ്ട്. അതെങ്കിലും കുടുംബമായിട്ട് ജീവിക്കട്ടെ. അങ്ങോട്ട് എവനെ വിടല്ലേ. എവന് കുടുംബമായിട്ട് ജീവിക്കണം. എവന് പിടിക്കൂല. എവന് വർത്താനം അളിയാളിയാൻ പറഞ്ഞത്. നീയും അതിന് കൂട്ടുന്നല്ലോടി. ആകപ്പാടെ 2 മുട്ട. ഞാൻ അത് ഓംലെറ്റ് അടിക്കാന്ന് പറഞ്ഞു വെച്ചത്. എന്തിനാ കോഴിയുടെ കൊണ്ടുവച്ചു? ഞാൻ കോഴിക്കുഞ്ഞിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കാം, ജസ്റ്റ് ഒന്ന് മാറി തരുമെന്ന്. അയ്യോ, ഈ കുടുംബത്തിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ചേട്ടനായിട്ട്? ഉള്ളായിരുന്നു, പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്ക് 5-6 പിള്ളേര് വേണമെന്നായിരുന്നു ആഗ്രഹം. ആഗ്രഹം കാണും, യവൻ സമ്മതിച്ച് കാണൂല. യവൻ സമ്മതിക്കൂല. അവന്റെ സ്വഭാവം അങ്ങനെ ആവണം. സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറയല്ലേ അങ്ങനെ. പിന്നെ ഞാൻ എങ്ങനെ പറയായിരിക്കും? നീ ഇപ്പൊ കണ്ടു നോക്ക്. ആടെ നമ്മുടെ പുള്ളിക്കോഴി കുഞ്ഞിന് 6 കുഞ്ഞായി. ഞാനല്ലേ പറഞ്ഞത്? നീയാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടേ കുഞ്ഞ്? നമ്മുടെ ആണല്ലോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളും. എവിടത്തെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ തൊഴുത്തിൽ ഒരു പശു ഉണ്ടാ? ഇല്ലേ? ഉണ്ട്. ഇപ്പുറത്ത് പിടിവിട്ടിരിക്കുന്ന ഒരു കാളയുണ്ടാ? ഉണ്ട്.
ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കിടാക്കുഞ്ഞിനെ വേണം. എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്ത് അപേക്ഷ വെച്ചാൽ മതി. സബ്സിഡി എനിക്ക് മൂരി കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. വേണ്ടടി, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് വരാ. മോശമല്ലേ അതൊക്കെ? Bad word. ഒരു തവണയും കൂടി ഞാൻ പറയാം. അതായത് ഒരു പൂവിറുക്ക, ഒരു വണ്ടിറുക്ക. ചില സമയങ്ങളിൽ ഈ വണ്ടി ഏൻ പൂവുക്കുള്ള പോകുന്നത്. കീടനാശിനി ശരിയല്ല, അതിനൊരു വിദ്യയുണ്ട്. പച്ചച്ചാണകവും വേപ്പും പിണ്ണാക്കൂടെ കലക്കി 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 നിന്നെ നിന്റെ ആങ്ങളെയും പിടിച്ച് രണ്ടന്റെയും തലേ കൂടെ അങ്ങൊഴിക്കണം. ദൈവം തമ്പുരാനെ, എന്റെ അവസ്ഥ ഞാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കി? എനിക്ക് മനസ്സിലാകും, പറഞ്ഞു തന്നാ മതി. ഉറങ്ങാതിരിക്കലും ഉറങ്ങിയെന്നാകിലും നീ എൻ കിനാവിലെ ചിന്താരകം. ഇരുട്ടിന്റെ ജാലകം തുറന്നെത്തി നോക്കുന്നു ഉറങ്ങാത്ത. ദൈവമേ, പ്രധാനമന്ത്രി നോട്ടൊക്കെ നിരോധിച്ച് ഈ കൺമശി ഒന്ന് നിരോധിച്ചിരുന്നു അവന്റെ സകല കൊസുഖം മാറിയാണ്. നീ ഇനി പണിക്ക് പോണം. തീരുമാനിച്ചു. ഞാനൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. പണിക്ക് പോവാൻ തീരുമാനിച്ചു. അടിപൊളി. ഒരു 500 രൂപ തരണം. 500 എന്തിന്? പിന്നെ ജോജു ജോർജിന്റെ സിനിമ പണി കാണാൻ പിന്നെ ഞാൻ വെറുതെ ചെന്ന് കയറാൻ പറ്റും? സിനിമാണെന്ന് കാര്യമാണോ പറഞ്ഞത്? അല്ലാതെ. എടാ, പൈസ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നെ ബാക്കിയുള്ള ഊറ്റി ജീവിക്കാൻ. എന്നെ അങ്ങനെ മോശക്കാരനാക്കല്ലേ അളിയാ? പൈസ ഒക്കെ നമ്മളും കുറെ കണ്ടിട്ടുള്ള എന്നാ പറഞ്ഞു മനസ്സിലായി. പൈസ കുറെ കണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ സഹായത്തിന് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടെ വിളിച്ച് 350 രൂപ കടം ചോദിച്ചോ. ഇവരാണോ നീ പൈസ ഉണ്ടാക്കണ കാര്യം? കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാകും. എടാ, ഞാൻ നിനക്ക് ഒരു കൂട്ട് വേണം. എനിക്ക് കൂട്ട് എന്റെ പൊന്നളിയല്ലേ, പിന്നെ അതല്ല, ഒരു പെണ്ണിന്റെ കൂട്ട് വേണം. അതല്ലെന്ന്. പിന്നെ അളിയന് ഒരു എണ വേണ്ടേ? എണ്ണ പിരിയാൻ ഞാൻ തോന്നളിയാ ചേരെ പാമ്പല്ല. യവനോട് എങ്ങനെ പറ? എടേ, നീ ഒരു പെണ്ണിനെ കണ്ടെത്തി നീ കല്യാണം കഴിക്കണം. എന്ത്? ഞാൻ കല്യാണം കഴിക്കാനോ? കണ്ടടി, ഇല്ലില്ല, എന്റെ ചേട്ടന് കല്യാണ പ്രായമായിട്ടില്ല. കണ്ട പെണ്ണെന്ന് പറഞ്ഞപ്പോ തന്നെ പക്വത വരട്ടെന്ന്. ഒരു കാര്യം പറയാം, യവനെ വേറൊരു പെണ്ണിലോട്ട് വീഴ്ത്തുന്ന ഞാൻ കാണിച്ചു തരണോ? അങ്ങനെ വീഴത്തില്ല. എന്നോട് ഭയങ്കര സ്നേഹോ ചേട്ടാ. സ്നേഹോ? ആ, സ്നേഹം. വെറ്റ് വെക്കുന്ന? ആ, വെറ്റ് വെക്കുന്നു. ഒരു ഉമ്മയ്ക്ക് വെറ്റ് വെക്കുന്ന? അല്ല, കിട്ടിയാ കിട്ടണേന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഈ നമ്പറിൽ നിന്ന് അവനെ വിളിച്ചു നോക്കാം. നമ്പറാണല്ലോ. ഹലോ ഹലോ, ഉമേഷാണോ? ഓ ഉമേഷ് തന്നെ. ഞാൻ കൺമശക്കടയിലെ മൈഥിലിയാണ്. കൺമശി കടയല്ല, മൈഥിലി. മൈഥിലി എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉമേഷിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. I love you. എന്തോ ഇട്ടേക്കുന്ന ഡ്രസ്. അയ്യോ എനിക്ക് അയ്യോ എനിക്ക് കണ്ടോ എന്റെ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു. എന്നോട് സ്നേഹമുണ്ട്, ഫോൺ കട്ട് ചെയ്തു എന്റെ ചേട്ടൻ. ഫോൺ കട്ട് ചെയ്തില്ലേ? ഞാൻ സോറി, അറിയാണ്ട് പറഞ്ഞു പോയ. അതന്നെ ഞാൻ പറഞ്ഞത്. വിളിക്കുന്നു. ഹലോ ഹലോ, ഞാൻ കുട്ടിത്തോർത്തള്ള ഉടുത്തേക്കണത്. ഡാഡി പറഞ്ഞേ ഉച്ചേർക്കെന്നല്ലേ പറഞ്ഞേട്ടാ കുട്ടിത്തോർത്തെന്ന്. അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. വേണം. ഹലോ, എന്തോ തിന്നുന്നേ? തിന്നല്ല, ഉമ്മ വന്നതാണ്. അതെനിക്കിപ്പോ കാണണം. ഞാനിവിടെ കൺവെൻഷക്കടയിലുണ്ട്. എത്രയും പെട്ടെന്ന് കൊണ്ട് വരുമോ? അങ്ങനെ പറയട്ടെ. I love you. 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 യവന് നല്ല ഇളകി നിൽക്കുവാണ്. അവനെ മുഴുത്ത് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ? എന്റെ ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടാ എടി, ഒരു പെണ്ണ് വന്നാ തീരാവുന്ന സഹോദര സ്നേഹമേ ഉള്ളു. അത് വേറുള്ളവർക്ക്. പക്ഷെ എന്റെ ചേട്ടൻ അങ്ങനെ എന്നോട്. ഈ ലോകത്തല്ലേ ജീവിക്കുന്ന പല കുടുംബത്തിലും കണ്ടോ, ഒരു പെണ്ണ് വന്നാ നാത്തുനെ കാലുമടക്കി അടിക്കുവാണ്. അത് തിരിച്ച് ഗോൾ അടിക്കാൻ അറിയാത്തണ്ട. ഞാൻ പിടിച്ചേക്ക്, ഞാൻ ഇങ്ങ് വരട്ടെ, ഞാൻ നോക്കാം. ചേട്ടാ
ചേട്ടായിയോട് പറ. കട്ടപ്പനയിലെ കുട്ടമ്മമാവന് ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ചെല്ലുക 2 ഉമ്മ കൊടുക്കാൻ നേരത്തെ വരിക. ചാവാൻ കിടക്കുന്ന മനുഷ്യനെന്തിനാ ഉമ്മ? അല്ല അപ്പൊ ചാവാൻ കിടക്കുന്ന കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് വിയർക്കുന്നല്ലോടാ നീ? വിയർക്കുന്നുണ്ട്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നല്ല ടെൻഷൻ ഉണ്ട്. നിനക്ക് എന്തുകൊണ്ടാ? ആളി എന്നെ അനുഗ്രഹിക്കണം. എന്താ? എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഇതാ പറഞ്ഞ മോളെ പോട്ടെ. കണ്ടാ കണ്ടടി, നീ അല്ലേ പറഞ്ഞ നിന്റെ ആങ്ങളെ മാറൂല? കണ്ട ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിച്ചപ്പോ പോന്ന പോക്ക് കണ്ട. ഒരു കണക്കിന് അവൻ പോയത് നന്നായി. എന്തായാലും നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു നിമിഷമല്ലേ? ഗുഡ് ടച്ച്, ഗുഡ് ടച്ച്, ഗുഡ് ടച്ച്, ഗുഡ് ടച്ച്. അത് വരട്ടെ, ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തേ അയ്യോ എന്താ പ്രശ്നമായി. എന്ത് എന്താ അവിടെ നിന്ന് ഇപ്പൊ എല്ലാം കൂടെ ഇങ്ങോട്ട് വരും. എന്താ പറ്റി? ഞാൻ സാധനങ്ങളെല്ലാം പരിക്കെടുപ്പ്. എന്താ അവിടെ നിക്ക്. എന്താ കാര്യം? കൺമശി കടയിലെ പെണ്ണില്ലേ, ആ പെണ്ണ് ഒന്നും ചോദിക്കാതെ ഒരു ഉമ്മ എടുത്ത്. അവരെല്ലാം ഇങ്ങോട്ട് വരുവളിയാ. ഒരു കാര്യം ചെയ്യ്, നീ എവിടെയും കുറച്ച് ദിവസം മാറി നിക്കടേ. ഓട്ടാളിയാ എന്റെ കുഞ്ഞു പെങ്ങളാ നോക്കിക്കോളെ കളിയാ. ലാസ്റ്റ് ഒരെണ്ണം കൂടെ വരച്ചോട്ടിയാ. ഓട്ടാളിയാ നോക്കിക്കോളേടാ. ആങ്ങളെ പോയി. കരയണ്ട, ഒരു കണക്കിന് അത് നന്നായി. നിസ്സാര ഒരു സെക്കൻഡ് അവനെ മാറ്റി നിർത്താനേ ശ്രമിച്ചോളൂ. അവനായിട്ട് അത് ഒരു കൊല്ലമാക്കി. ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. അളിയാ ഇത് ബാറ്റച്ചാണ്. യവൻ പോയില്ലേടേ നല്ല കൈഡി, നല്ല കിടില സ്കിറ്റ്. ഷാജോൻ ചേട്ടാ നല്ല സ്കിറ്റായിരുന്നു. ആദ്യം മുതൽ ഈ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ആ ഒരു സീക്വൻസ് തന്നെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളൊരു സ്നേഹമാണ്. അത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സ്നേഹം. കൺമഷിയാണ് വില്ലൻ അല്ലേ? കുറേ ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. പേഴ്സണലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഇനിയും പൊട്ടിച്ചിരികളുമായിട്ട് നെക്സ്റ്റ് ടൈം ആണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ദീപു നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഓട്ടം ഈ കളി ദീപുവിന്റെ കയ്യിലായിരുന്നു കളി. അതെ അതെ, ദീപുവിന്റെ കോർട്ടിലായിരുന്നു പന്ത് കിടന്നത്. സുമി നന്നായിരുന്നു, സുധീഷ് നന്നായിരുന്നു. എല്ലാവരും മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. സബ്ജക്റ്റിനും ഒരു പുതുമയുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ചിരിക്കാനുള്ള കൗണ്ടറുകളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ആ ഒരു ക്ഷീണം നിങ്ങൾ മാറ്റിയെടുത്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഉച്ചക്കോട്ടെ ചേട്ടാ സൂപ്പറായിരുന്നു കേട്ടോ. വളരെ ഗംഭീരമായിരുന്നു. നല്ല തമാശകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ദീപുവിനൊക്കെ അഴിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിലസലാണ്. അത് എല്ലാ സ്കിറ്റിലും അങ്ങനെ കാണാറുണ്ട്. അത് ഒരു ആവർത്തന വിരസത ഇല്ല നമുക്കത്. ഈ ആ ഓട്ടോ ഒക്കെ ഭയങ്കര രസമുണ്ട്. അത് നാണമാണ്, ഇനി അതിനുള്ള റിജക്ഷനാണ്, ഇതെന്താണെന്ന് റിജക്റ്റ് ചെയ്താണെന്ന് അറിയില്ല, അത് ഇഷ്ടമാണെന്ന് അറിയില്ല. എന്തോ ഒരു സാധനം അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടണതൊക്കെ എന്ത് രസമായിട്ടാണ്. അതുപോലെ തന്നെ സുധീഷിൻ്റെ കാര്യങ്ങളും, സുധീഷിൻ്റെ അളിയൻ്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദവും, അതുപോലെ തന്നെ സുമി അതുപോലെ നിൽക്കുന്നതും എല്ലാം ഉഗ്രനായിരുന്നു. 3 പേരും എന്താ പറയുക നല്ല ലെവലായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്കിറ്റായിരുന്നു. ഇതുപോലത്തെ വലിയ നല്ല സ്കിറ്റുകളായിട്ട് ഇനിയും വരിക. അപ്പം 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ നസീർക്കയും തുടങ്ങാം. നസീർക്ക എത്ര രൂപ? 14,000 രൂപ കൊടുക്കുക. 14,000 രൂപ. ബിജുക്കോട്ട ചേട്ടാ? ഞാൻ ദീപുവിനും ആ ഓട്ടത്തിനും കൂട്ടി ഒരു 15 കൊടുക്കാം. 15. അപ്പൊ ടോട്ടൽ 29,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ബാലൻസ് ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി. കഴിഞ്ഞ 2 സ്കിറ്റായിട്ട് പൊളിക്കുന്നു. ഇതേപോലെ ഉഷാറായിട്ടുള്ള സ്കിറ്റുകളായിട്ട് വാ. ഗുഡ് ടച്ച്. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, ചെറിയ കാണുമ്പോ ചെറുതാന്ന് തോന്നും, പക്ഷെ കയ്യിൽ വലിയ ഐറ്റങ്ങളുള്ള ചെറിയ ഐറ്റങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരാളും കൂടെ നമ്മുടെ ഫ്ലോറിലേക്ക് വരികയാണ്. ഒരു പുതിയ അതിഥിയും കൂടെ ഉണ്ട്. അനിരുദ്ധിന്റെയും ആര്യയുടെയും കൂടെ ലെറ്റ്സ് വെൽക്കം അനോഷ്മ. ഞാനൊരു നിമിഷം പോലും ഇവിടെ വെക്കത്തില്ല. ഇനി നിങ്ങൾ എത്ര എടുത്ത് തല്ലിയാലും ഞാൻ പോവാ എന്റെ വീട്ടില്. വെട്ടി കൊണ്ടാകത്ത് ഈ ബാഗ് കൊണ്ടാകത്ത് വയ്ക്കാൻ ഇല്ല. എന്റെ അച്ഛനാടി പറയണേ ബാഗ് കൊണ്ടാകത്ത് വേടി. തിലകൻ ചേട്ടൻ കയറി ഒന്ന് ബാഗ് കൊണ്ടാകത്ത് വയ്ക്കാൻ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട. നിനക്ക് ജീവിക്കണ്ടേ?
ജീവിക്കണ്ട. എന്റെ അടുത്ത് പെട്ടി കൊണ്ടകത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്റെ പൊന്നു നസീർക്ക, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എത്രമാത്രം ആമ്പിള്ളേരാണെന്ന് അറിയോ എന്റെ പിടകെ നടന്നത്. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നേ, ഒരുത്തനും അങ്ങനെയൊന്നും പറയണ്ട. ജീവ എന്നെ കെട്ടില്ലെങ്കിൽ ജീവൻ കളയെന്ന് പറഞ്ഞ ആളാ. എന്നെ കെട്ടാത്തോണ്ട് മാത്രം ആ ജീവ ഇപ്പോഴും ജീവനോടിരിക്കും അല്ലേ ജീവ? ബാഗ് ഉണ്ടോ? ഇല്ല. കുനിയടി. കുനിയൂല. കുനിയടി. കുനിയൂല. നീ കുനിയൂല അല്ലേടി? അയ്യോ 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 അയ്യോ. ജീവ രക്ഷിച്ചേനി നന്ദി. നമ്മൾ എവിടെ എത്തി? കുനിയുന്നടുത്ത്. കുനിയാടി. തല്ലിക്കോ, നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ തല്ലിക്കോ. നിങ്ങൾ ഇന്നോടെയല്ലേ തല്ലുള്ളൂ. അതിനു മുമ്പേ നമ്മുടെ കല്യാണം നടന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ സുരേഷില്ലേ, അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അയാളെ വരട്ടെ, അയാൾ വന്നിട്ടേ എന്നോട് പോളൂ. എല്ലാരും അറിയട്ടെ നിങ്ങളുടെ സ്വഭാവം. ഇനി ഞാൻ നിന്നെ തല്ലത്തൊന്നുമില്ല, പക്ഷെ എന്റെ വാക്ക് ധിക്കരിച്ച് നീ ആ ജോലിക്ക് പോവാൻ ഞാൻ സമ്മതിക്കൂലടി. എന്തുവാടാ ബഹളം? എന്താ മംഗളെ പ്രശ്നം? സുരേഷ് ഏട്ടൻ കേക്കണം. അയ്യോ സ്നേഹോങ്ങോലി ചവങ്ങുണ്ട്. ഇന്നലെ ഞാൻ വീട്ടിൽ വരാൻ താമസിച്ചേനി. ഇവളെന്തരൊക്കെ നിന്നെ പറഞ്ഞെന്നറിയാമോ? ആർക്കും വേണ്ടാത്ത വൃത്തിയട്ട സുരേഷിന്റെ കൂടെ 24 മണിക്കൂറും അയാളെന്ത് നിങ്ങളെ ഭാര്യയാണെന്ന്. എന്നിട്ടിപ്പ സുരേഷ് ഏട്ടാന്ന്. അതൊരു പെങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ സുരേഷ് ഏട്ടാ. എത്ര വർഷമായെന്നറിയാമോ നമ്മളെ രണ്ടുപേരും കല്യാണം കഴിട്ട് ഇന്നവരെ ഇങ്ങനെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ഇയാൾക്കെന്നെ സംശയ സുരേഷ് ഏട്ടാ. അത് മാത്രം നീ പറയരുത്. സംശയം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്. നീ ഇന്ന് എന്റെ അടുത്ത് വേണമെന്നൊരു ചിന്ത കാരണം. അത് സത്യായിരിക്കും, അത്രക്ക് സ്നേഹം ഉള്ളോണ്ടായിരിക്കുന്നേ. 10 പേര് കൂടെടുത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുപോയില്ല, അറിയോ? എന്തുവാടാ ഇതൊക്കെ? പാച്ചക്കള്ളാണ് വിളിച്ചു പറയണത്. കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി തൊഴിച്ചിട്ട് വന്നതാണ്. അത് സത്യ. വെളുപ്പിന് 1:15 ആരുമില്ലാത്തപ്പം നടപ്പന്തലിരുന്ന മൂങ്ങ പോലും ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയി തൊഴിച്ചുകൊണ്ട് വന്നത്, അറിയോ? അപ്പൊ സിനിമയ്ക്ക് കൊണ്ടുപോയതോ? അവിടെ ആവുമ്പോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെ ആളും ഉണ്ടായിരുന്നു, ഞാൻ സിനിമ ഉണ്ടായിരുന്നു, ഞാൻ സിനിമ കാണുകയും ചെയ്തു. കേട്ടല്ലോ, ഞാൻ എവിടെ ഇരുന്നാ കണ്ടേ നോക്കി അങ്ങേരടുത്ത്. എവിടെ ഇരുന്നാടാ കണ്ടേ? പ്രൊജക്ടർ റൂമിൽ. അതാമാര് ശല്യപ്പെടുത്താന്ന് വരത്തില്ലല്ലോ. ശരിക്കും ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. എന്റെ അമ്മ അച്ഛനോട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നെ പഠിപ്പിച്ച് അതിന്റെ പേരിൽ എനിക്കൊരു ജോലി കിട്ടി. ഇപ്പൊ ഇങ്ങനെ അതിന് വീടാണില്ല. സാധാരണ കുടുംബത്തിൽ ജോലി ഇല്ലാത്തതിനാണ് വഴക്ക്. ഇവിടേക്ക് ജോലിക്ക് പോകുന്നതിനാടി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടാ. അവന്റെ സാമീപ്യമുള്ള സ്ഥലത്ത് എന്റെ ഭാര്യ ജോലിക്ക് പോണത് എനിക്ക് ഇഷ്ടമില്ല. ആരുടെ സാമീപ്യോ? അത് നീ അവളോട് ചോദിച്ചു നോക്ക്. ആരുടെ പെങ്ങളെ? അയ്യോ, നിനക്ക് എപ്പോഴാണ് അവള് പെങ്ങളായേ? ഇന്നലെ നീ വിളിച്ചോണ്ടിരുന്നില്ലേ? അപ്പൊ ഇവ എന്തരക്കാ നീ പറഞ്ഞെന്നറിയാമോ? ആ കാട്ടുപുറത്തെടുത്ത് കിരച്ചിടാൻ. എന്നിട്ടിപ്പം പെങ്ങളെ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല, ആരുടെ സാമീപ്യ? പുറത്തറിയാൻ പറ്റത്തില്ല, എന്നാൽ ഞാൻ പറയാം. എന്ത്? ഉണ്ണി മുകുന്ദന്റെ? ഉണ്ണി മുകുന്ദനാ? ആ സിനിമ നടനല്ലേ? വൃത്തിയട്ടോനെ. പാൽക്കാരനെ സംശയിക്കാം, പത്രം ഇടുന്നോനെ സംശയിക്കാം, പലിശക്ക് വരുന്ന അമ്മാച്ചീനെ വരെ സംശയിക്കാം. എന്തിനാടാ സിനിമയിൽ കിടക്കുന്ന ഉണ്ണി മുകുന്ദനെ നീ സംശയിക്കുന്നേ? എങ്ങനെ സംശയിക്കാതിരിക്കും? കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷമായി അവളെ ഫോണിൽ ആരെ ഫോട്ടോ കിടക്കണം ചോദിക്കും. ആരെയാ പെങ്ങളെ? അതെന്റെ ഉണ്ണിച്ചേട്ടന്റെ. വെറും ഫോട്ടോ ആണേ കുഴപ്പമില്ല, ഇത് ഉടുപ്പില്ലാതെ ബോഡി കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. എനിക്കുണ്ടല്ലോ അങ്ങനെ നിറയെ ഫോട്ടോ. അവളെന്തുകൊണ്ട് എന്റെ ഫോട്ടോ ഇടുന്നില്ല? എന്റെ ബോഡിക്ക് എന്തായാലും പ്രശ്നം. എന്റെ ബോഡിയിലെ സ്റ്റിൽ ബോഡിയല്ലേ, എന്റെ ബോഡിക്ക് എന്തായാലും പ്രശ്നം. അയ്യാ, അത് ഒരുപാട് വ്യായാമൊക്കെ ചെയ്ത് സെറ്റായ ബോഡിയാണ് ഉണ്ണി മുകുന്ദന്റെ. അല്ലാതെ ഈ ഒള്ളി തൊലിച്ചാണിരിക്കുന്ന ബോഡി അല്ല. ഈ പറഞ്ഞതിനുള്ളത് നിനക്ക് യൂട്യൂബിന്റെ താഴെ കിട്ടിക്കോളണം. ബോഡി ഷേമിങ് ചെയ്യും. എനിക്ക് ഉണ്ണിച്ചേന്റെ സിനിമ കണ്ടിട്ട് എനിക്ക് ഉണ്ണിച്ചേനെ ഭയങ്കര ഇഷ്ടാ. അതിന് ആരാധനയായിട്ടാ കാണുന്ന, ഇങ്ങനെ അതിന് സംശയമായിട്ടാ കാണുന്ന. എടാ, ഈ നിസാര കാര്യത്തിന് നീ ഇങ്ങനെ സംശയിക്കല്ല കേട്ടാ. ഇന്നലെ ഈ വീട്ടിൽ 100 രൂപയുടെ പച്ചക്കറി മേടിച്ചോണ്ട് വന്നത് ഞാനോ ഉണ്ണിയും മുകുന്ദനോ? അപ്പൊ അവൾ ഇഷ്ടപ്പെടേണ്ടത് എന്നെയോ ഉണ്ണിയും മുകുന്ദനെയോ? അത് പിന്നെ നിന്നെ അല്ലടാ. ഞാൻ രാവിലെ ആ ജോലി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ ഒന്ന് പോണു. ആരാധന മൂത്തൊരു ദിവസം ഉണ്ണി മുകുന്ദ ഈ വീട്ടിൽ വന്ന് കേറിയാ തിന്നില്ലേ? എടാ, ഈ ഫാമിലിയിലൊക്കെ സംശയം എന്ന് പറഞ്ഞാലേ സ്ഥിര സംഭവ. അത് നീ കൂടി ചെയ്ത മോശാവേ. സംശയം എന്ന് പറഞ്ഞ് എന്റെ സബ്ജക്റ്റിനെ
പുതുമ ഇല്ലാതാക്കരുത്. ഇവിടത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹ കൂടുതൽ. മനുഷ്യ എവിടെന്നെങ്കിലും ഒക്കെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുമ്പോ സബ്ജക്റ്റിന് പുതുമ ഇല്ലെന്ന് പറയിപ്പിക്കാനായി. ഇഷ്ടമുണ്ട്. മഞ്ജു വാര്യർ. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടാ, അവക്ക് ഇഷ്ടപ്പെട്ടല്ല കുഴപ്പം. അവൾ ഇഷ്ടപ്പെടുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവന്റെ സാമീപ്യമുള്ള സ്ഥലത്ത് അവള് ജോലിക്ക് പോവണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അവന്റെ സാമീപ്യ? പെങ്ങൾ എവിടെയാ പെങ്ങളെ ജോലി ചെയ്യുന്നേ? IT കമ്പനിയില്. IT കമ്പനിയിൽ എവിടെയാടാ ഉണ്ണിമുഖത്തിന്റെ സാന്നിധ്യം? അവളാ ബോസിന്റെ കവിളിലൊരു ഉണ്ണിയുണ്ട്. അവളാ ബോസിനെ നോയിക്കൊണ്ടിരുന്നായിരിക്കുമല്ലേ ഈ ജോലി ചെയ്യുന്നത്. അപ്പൊ ബോസിന്റെ മുഖത്തുള്ള ഉണ്ണി കാണുമ്പോ ഉണ്ണി മുകുന്ദൻ ഓർമ്മ വരൂലേ? അങ്ങനെയൊക്കെ ഓർക്കോ? ഓ പിന്നെ ഇല്ലേ, ഇവൾ അമ്പലത്തിൽ പോകുമ്പോ നേരുന്നത് ഉണ്ണിയപ്പം. എന്റെ മൂത്ത മോന്റെ പേര് ഉണ്ണി, എന്റെ ഇളയ മോന്റെ പേര് കുഞ്ഞുണ്ണി. എന്റെ വലിയ ഗണപതിയെ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. വലിയ ഗണപതിയാ? ഉണ്ണി ഗണപതി അല്ലേ? അത് പറഞ്ഞിട്ട് വേണം ഇനി അവള് ആ ഉണ്ണി പിടിച്ച് കയറാനായിട്ട്. അപ്പൊ ശരിക്കും ഇല്ല, ഇവിടുത്തെ മെയിൻ പ്രശ്നം ബോസിന്റെ മുഖത്തുള്ള ഉണ്ണി. അതെ, അത് ഞാൻ പരിഹരിച്ചു തരാം. അയാളെ നമ്പർ ഉണ്ടാ? ഉണ്ണിച്ചേട്ടന്റെ. അയ്യോ, ഉണ്ണിച്ചേട്ടനല്ല, ആ ബോസിന്റെ നമ്പർ ഉണ്ടോന്ന്? ഉണ്ട്. പിണങ്ങാലും എടുക്കുവോ? ഹലോ, ഉണ്ണിയുള്ള സാറല്ലേ? അല്ല, സാറിന്റെ പേരെന്തായിരുന്നു? രാജ്കുമാർ സാർ. ആ, രാജ്കുമാർ സാറല്ലേ? ആ, ഞാൻ സാറിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ജലജയുടെ സഹോദരനാണേ. സാറിനോട് ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് സങ്കടപ്പെടൂലല്ലോ അല്ലേ? സാറിന്റെ മുഖത്തൊരു ഉണ്ണിയില്ലേ, അത് മഹാവൃത്തിയേടാണ് കേട്ടാ. ഈ കാലത്ത് ഒരുപാട് ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ. കരിച്ചു കളയാം, മുറിച്ചു കളയാം. സാറിന്റെ മുഖത്തുള്ള ഉണ്ണി ഒന്ന് എടുത്തു കളഞ്ഞാ ഒരു കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയല്ല. ഓക്കെ. ഈ കമ്പനിയെ കൊടുങ്ങല്ലൂര് 10 അല്ല. എന്റെ ചെവി അങ്ങ് കരിഞ്ഞു പോയി. എന്തോ ആയി? നടക്കുന്ന പ്രശ്നല്ലടാ. എടാ, നീ ഇവളെ ജോലിക്ക് വിട്. എടാ, നീ കെട്ടി താലി അവളെ കഴുത്തിൽ എത്രത്തോളം കിടക്കുന്ന ഈ പുണ്യമൂന്നാൻ വന്ന് വിളിച്ചാ പോലെ അവള് പോത്തില്ല. എടാ, നീ അവളെ ജോലിക്ക് വിട്. ശരി, അവളെ ജോലിക്ക് പൊക്കോട്ട്. ഞാൻ ഈ സബ്ജക്റ്റ് അളി ഒരു മിനിറ്റ്. ഹലോ, എന്ന്? ശരി. എന്തുവാളിയാ ഇത്? ഞാൻ നടത്തത്തില്ല. എനിക്ക് ജീവൻ ഉണ്ടേ ഞാൻ നടത്തത്തില്ല. എന്തുവാന്ന്? എടാ, അടുത്ത മാസം പുഷ്പ 2ന്റെ പ്രൊമോഷന് വേണ്ടി അല്ലു അർജുൻ കേരളത്തിലേക്ക് വരുന്നെന്ന്. അതിന് നിനക്ക് എന്താടാ? എടാ, അല്ലു അർജുൻ എന്ന് പറഞ്ഞ എന്റെ ഭാര്യക്ക് പ്രാന്താണ്. അവൻ ഈ കേരളത്തിലേക്ക് വന്ന അവൾ എന്തായാലും കാണാൻ പോകും. അത് ഞാൻ നടത്തത്തില്ല. എന്റെ ഭാര്യക്ക് മറ്റൊരാൾ ഇഷ്ടപ്പെടുമ്പോ എനിക്കത് നോവും. അവന്റെ ഭാര്യ സംശയമായിട്ടാണ് അവ എന്നെ നന്നാക്കാൻ വന്നേക്കണത്. അളിയാ, സംശയമൊന്നും പറഞ്ഞ സബ്ജക്റ്റിനെ പുതുമയില്ലാതാക്കരുത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യയോടുള്ള ഭർത്താവിനുള്ള സ്നേഹം. നല്ല ഉഗ്ര സ്കിറ്റ്, നല്ല കൈയടി. അനോഷ്മ ആദ്യമായിട്ടല്ലേ? വെൽക്കം കേട്ടോ. താങ്ക് യു. എത്രല്ല പഠിക്കുന്ന മോള്? 8th. എവിടെയാ സ്ഥലം? നാവായിക്കുളം. അപ്പൊ അനോഷ്മയ്ക്ക് ഒരു നല്ല കൈയടി. ഗംഭീരമായി കേട്ടോ മോള്. താങ്ക് യു. നല്ല രസമാണ്, നല്ല ടൈമിങ്ങും, ഒരു സാധനം പോലും മറന്നിട്ടില്ല എന്നുള്ളതാണ്. നല്ല സ്ക്രിപ്റ്റ്. 3 പേരും നിങ്ങളുടെ കഴിവ് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കഴിയും തോറും കൂടി വരുവാണ്. എന്തായാലും ഇത് വളരെ ഗംഭീരമായി, നന്നായിരുന്നു. ഇനിയും നിങ്ങൾ മുമ്പോട്ട് തന്നെ വേണം. നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിരുന്നുണ്ടോ? കാരണം വലിയ ആളുകൾ കളിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളെ കളി. മോള് ഭയങ്കര അത് ഭയങ്കര രസമുണ്ട്. അത് നമുക്കൊരു പേടിയോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഒരു തപ്പല ഒന്നുമില്ല. നല്ല ക്ലാരിറ്റി ആയിട്ട് സംസാരിച്ച് അതിനും വേണ്ടി ഇവിടെ റിയാക്ഷൻ കൊടുക്കണതും എന്റെ അനിരുദ്ധേ, അയ്യോ പൊളിച്ച്. എനിക്ക് തോന്നാ മീശയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അത്രക്ക് ഗൗരവം ഉണ്ടായിരുന്നു. മോളും നന്നായിരുന്നു കേട്ടോ. ആര്യ നല്ല ക്ലൈമാക്സ് നന്നായിരുന്നു. അല്ലു അർജുനെ പ്രേമിക്കാൻ നിൽക്കുന്ന പുള്ളിയുടെ വൈഫ്. അപ്പൊ അത് മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ പിന്നെ പുതിയൊരു ഇതുണ്ടായിരുന്നല്ലേ, സംശയരോഗത്തിന് വേറൊരു ഭാഷ ഇട്ട് പറഞ്ഞല്ലോ, ഭാര്യയോടുള്ള സ്നേഹം. അങ്ങനെ മാത്രം കരുതിയാ മതി എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റായിരുന്നു. 3 പേരും അടിപൊളിയൊക്കെ. ആരാണിത് എഴുതിയത്? അനന്തൻ ചേട്ടനും ശശാങ്കൻ ചേട്ടനും രാജേഷങ്ങളും നമ്മളെല്ലാരും കൂടെ. ഗ്രൂമേഴ്സ് എല്ലാരും കൂടെ എഴുതി തന്നാണ്. അടിപൊളി. നമ്മുടെ ഗ്രൂമേഴ്സിന് ഒരു സ്പെഷ്യൽ കൈഡ് കൊടുക്കുന്നു.
നിങ്ങൾ 3 പേര് ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു. അനിരുദ്ധിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആര്യമോളെ ഓളിയായിരുന്നു കേട്ടോ. മോള് പെൺകുട്ടിയായിട്ട് വരുമ്പോഴും ആൺകുട്ടിയായിട്ട് വരുമ്പോഴും ഒക്കെ ആ മാനറിസം പിടിച്ച് നോക്കാറുണ്ടോ തന്നെ അസീറങ്കളിന് വരെ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതേതാ മോനെന്ന്, മോനെന്ന് അങ്ങനെയൊക്കെ പെർഫെക്ഷൻ അതിൻ്റെയാണ് കേട്ടോ. മോളുടെ പെർഫോമൻസ് നന്നായിരുന്നു. അനുഷ്മ മോളെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ആണെന്ന് ഒരിക്കലും പറയില്ല. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് തവണ നമ്മളോട് ഇവിടെ ഉണ്ടാവണം. ഗംഭീരമാവട്ടെ. മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ആദ്യം ആരാണ് പിന്നെ മാർക്ക് കൊടുക്കാൻ പോകുന്നത്? ബിജുക്കോട്ട ചേട്ടാ. ഞാനൊരു 15,000 രൂപ. 15,000. അത് കലക്കിട്ടോ. അപ്പൊ ബിജുക്കുട്ടൻ ചേട്ടൻ അത്രയും തന്ന സ്ഥിതിക്ക് ഇത് സംശയമല്ല, നിങ്ങളോടുള്ള സ്നേഹമാണ്. ഒരു 20,000 രൂപ. അപ്പം 20,000 15,000 എത്രയായി? 35. 35. കലക്കി. അപ്പം സബ്ജക്റ്റിന്റെ പിന്നെ സംശയം എന്ന് പറഞ്ഞ് പുതുമയില്ലാന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. പുതുമയുണ്ട്, നല്ല കട്ടിക്ക്. ഇതിന് പുതുമയുള്ളതാ. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുതാണ്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് അത് കലക്കി. ഓ, അന്ന് ആദ്യത്തെ സ്കിറ്റിന് 50,000. അടിപൊളി. എടാ സുഖമാണോടാ നിനക്ക് കാര്യ? അന്റെ ബൈ. അപ്പൊ അടുത്ത സ്കിറ്റിൽ കാണാം. ഓക്കെ, ടാറ്റാ. ബൈ ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കഴിഞ്ഞു. അല്ല, അതാകുമ്പോഴാണ് ഇങ്ങനെ ഡൗൺ ആവും. നമ്മൾ ബൈ പറഞ്ഞു പോകാൻ ഒരു മനസ്സില്ല. ഈ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. ഈ ചിരിച്ചിരിച്ചിരുന്നിട്ട് പെട്ടെന്ന് നീ ടൈം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അയ്യോ ഒന്ന് തീർന്നു. എന്നോട് ഇങ്ങനെ പറയും, എടാ എപ്പിസോഡ് കഴിഞ്ഞു എന്നാ പോകാന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ടൈം നോക്കുക. അപ്പൊ തന്നെ കംപ്ലീറ്റ് ചാർജ് അങ്ങ് തീരും. ഇവരടുത്ത സ്കിറ്റ് പ്രതീക്ഷിച്ചിരിക്കുക. എങ്ങനെ പറയും നമ്മൾ ഇവരോട്? നാളെ വരാൻ പറയൂ. അല്ല, ഒരു കാര്യം ചെയ്യ്, ജീവ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നാളെ പോയിട്ട് നാളെ വരാം. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ഐറ്റങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഐറ്റം ഇനി ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് പോയി കിടന്നുറങ്ങണം. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കൈഡി. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓട്ടെ, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ശുഭരാത്രി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.